ഹലോ കൂട്ടുകാരെ, അപ്പം നമുക്ക് നല്ല സ്വാദിഷ്ടമായൊരു ഇഞ്ചിപ്പുളി വെച്ചാലോ? അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചെറുതായി അരിഞ്ഞ പച്ചമുളക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത്, ചെറുതായിട്ട് അരിഞ്ഞ ചെറിയുള്ളി, ഈ എല്ലാം മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിൽ പുളി വേവിച്ച് വെച്ചാൽ നമുക്ക് അതിൻ്റെ കഴമ്പ് കൂടുതൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഒരു പാത്രത്തിൽ പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക. വേപ്പിൻ്റെ ഇല, തേങ്ങാക്കൊത്ത് നേരത്തെ അരിഞ്ഞ് വെച്ചത് വറുക്കുക. ആ വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഇത്തിരി കടുക് വറുക്കാനിടാം. കടുക് വറുത്താനിട്ട് അതെല്ലാം പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചി നല്ല രീതിയിൽ ഇളക്കി പാകമാവുന്നത് വരെ ഇളക്കുക. നല്ലതുപോലെ ഒന്ന് പാകമായി വരണം. പുളിയുറുമ്പിൻ്റെ കളർ എത്തണ്ട. അതിന് മുമ്പ് തന്നെ നമുക്ക് ചെറിയുള്ളി അരിഞ്ഞ് മാറ്റി വെച്ചത് ചേർത്ത് കൊടുക്കാം. പുറകെ തന്നെ നമുക്ക് പച്ചമുളക്, ഇതൊന്ന് ഇളക്കിയതിന് ശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇവ മൂന്നും നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് പച്ചക്കുത്ത്, ചെറിയുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഒന്ന് പച്ചക്കുത്ത് മാറണ വരെ ഇളക്കുക. അതിനിടയിൽ നമ്മൾ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടി നല്ല രീതിയിൽ ഇളക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്ന് പറയുന്നത് ഓരോരുത്തരുടെ എരിവിനും കളറിനനുസരിച്ച് മാറ്റം വരും. അപ്പം നമുക്ക് ആവശ്യത്തിനാണ് അതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കുക. നല്ലോണം പാകമാവുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക. നല്ല രീതിയിൽ വാടണം. അപ്പം നല്ല രീതിയിൽ നമ്മൾ ഇളക്കണം. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഉലുവും കായും വറുത്ത് പൊടിച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് രണ്ടും ചേർത്ത് കൊടുക്കുക. ഇവ രണ്ടും ഈ ചേരുവകളിലേക്ക് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം. നമ്മൾ അടി പിടിക്കാണ്ടും കരിയാണ്ടൊക്കെ നമ്മൾ ഉരുളിയിലിട്ട് നല്ല രീതിയിൽ ഇളക്കണം. നമ്മൾ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ച പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഈ പുളിയിലേക്ക് ഈ വാട്ടിയ ചേരുവകളൊക്കെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം. ഇതിനിടയിൽ നമ്മൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കല്ലുപ്പോ പൊടിയുപ്പോ ചേർക്കാം. ശർക്കര ഇട്ട് കൊടുക്കുക. ശർക്കര എത്ര എണ്ണാണോ നമുക്ക് മധുരത്തിന് വേണ്ടത് അത്രയും. രണ്ട് രീതിയിൽ ശർക്കര ചേർക്കാം. നമുക്ക് മുഴുവനോടെ ചേർക്കാം, പൊടിച്ച് ചേർക്കാം, പിന്നെ ഉരുക്കി അരിച്ചിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ ഇതിലേക്ക് ഡയറക്റ്റായിട്ടാണ് ചേർത്ത് കൊടുത്തേക്കണേ. നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം നമുക്ക് അവസാനമായിട്ട് തേങ്ങാക്കൊത്ത് ഇടാം. തേങ്ങാക്കൊത്തിട്ട് നല്ല രീതിയിൽ ഇളക്കാം. അതിന് ഉപ്പൊക്കെ നോക്കി നമുക്ക് ഉപ്പിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിടാം, മധുരം വേണമെന്നുണ്ടെങ്കിൽ മധുരം ഇടാം. ഇത്രയും ചേർത്ത് ഇളക്കി ഒരു 2 തിളയ്ക്കുമ്പോൾ നമുക്ക് ഓഫാക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇഞ്ചിപ്പൊടി. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. നല്ല രസമാണ്. ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിരുന്നു. നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒപ്പം കമൻറ്റും ചെയ്യണം. താങ്ക് യു.